സൂക്ഷ്മതയുള്ള ജ്യോത്സ്യന്മാർ അറിയപ്പെടണമെന്നില്ല. എന്തൊക്കെയാണോ അഹന്തയ്ക്ക് കോപ്പ് കൂട്ടിയിരുന്നത് അവയെല്ലാം നിരോധിച്ച് നിഷേധിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നതേ ഒരു തെറ്റായ ആശയമാണ്. സാധകനായിരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. ഈ മോക്ഷപദത്തിലേക്കുള്ള വഴി നല്ല കാലത്തൊന്നും തുറന്നില്ലെങ്കിൽ വയസ്സ് കാലത്ത് നമ്മൾ സാമ്പ്രദായിക സന്യാസം സ്വീകരിക്കും. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടും സ്കൂൾ അധ്യാപകരും കോളേജ് അധ്യാപകരും ഒക്കെ പെൻഷനതിന് ശേഷം ബാക്കി സമയം വേസ്റ്റ് ആക്കുന്നതാണ്. പൊതുജനത്തിന് മുമ്പിൽ പറയുമ്പോൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷെ അർഹിക്കുന്നവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നാലും പറഞ്ഞു കൊടുക്കാവുന്നതാണ് പലപ്പോഴും. ഇന്ന് സാംസ്കാരികമായ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു സമൂഹമേ ഇല്ല ഒരു ജാതിയിലും. ഇപ്പൊ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കുറെ നാൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കുക. സന്യാസം സ്വീകരിക്കുക എന്ന് പറയുന്നതേ ഒരു തെറ്റായ ആശയമാണ്. മനസ്സിലായി. പിന്നെ ഇപ്പം നമ്മള് പുരുഷാർത്ഥങ്ങളെ കുറിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതാണല്ലോ. ഈ മോക്ഷപദത്തിലേക്കുള്ള വഴി നല്ല കാലത്തൊന്നും തുറന്നില്ലെങ്കിൽ വയസ്സ് കാലത്ത് നമ്മൾ സാമ്പ്രദായിക സന്യാസം സ്വീകരിക്കും. ഈ ജന്മത്തിൽ ഇനിയുള്ള ഈ 10-15 വർഷം ഇതെങ്കിലും ഈ ബോധാതീതത്തിലേക്ക് എത്താൻ ഒരു വഴി എത്തുകയോ ചെയ്യുന്നെങ്കിൽ അതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ലൈംഗിക ശേഷി പോലും കുറഞ്ഞു കഴിയുന്ന, അല്ലെങ്കിൽ അതിന് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നുന്ന സമയത്തെങ്കിലും എത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സാമ്പ്രദായിക സന്യാസം വാർദ്ധക്യത്തിൽ കൊടുക്കും. അതാണ് സാമ്പ്രദായികമായ സന്യാസത്തിന്റെ ഒരു വശം. മറ്റൊരു വശം എനിക്ക് തന്നെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഗുരുവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ ആ ഗുരു നീ എന്നാൽ സാമ്പ്രദായിക സന്യാസം സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് നീ പഠിക്കുകയാണ്, നീ അറിയാൻ ശ്രമിക്കുകയാണ്, നീ ബോധത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. അതിനുവേണ്ടിയാണ് നീ ധരിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടണം. അതാ പിന്നീട് ഈ ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ ഒരു പേര്, ആദ്യമേ ഒരു പേര് വീട്ടുകാരിട്ട്, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മചര്യ ആശ്രമത്തിൽ മറ്റൊരു പേര്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പൂർണ്ണ ജ്ഞാനിയായി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പേര്, 3-ാം പേര്, എന്നിട്ടായിരിക്കും നാട്ടുകാരെയും ചീത്ത വിളിക്കുന്നത്. മനസ്സിലായില്ല? ഇതൊക്കെ വരുന്ന കുഴപ്പങ്ങളാണ്. അപ്പോഴ് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ എനിക്ക് ഈ സാധാരണ ജീവിതത്തിൽ നിന്ന് അതീതമായിരിക്കുന്ന കാര്യങ്ങളെ അറിയണം, അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതൊരു സമ്പ്രദായമാണ്. പക്ഷെ അദ്ദേഹം ജ്ഞാനിയല്ല, അതിലേക്ക് എത്തും. അപ്പൊ എവിടെയാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇനി ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല, ആ വ്യക്തി ബോധത്തിന്റെ അനന്തതയിലായിരിക്കും നിലകൊള്ളുന്നത്. അവൻ അതിൽ സന്തോഷം, ആ ജ്ഞാനസമാധിയിൽ, സന്തോഷം എന്ന് പറയുന്ന വാക്ക് തെറ്റവിടെ, ആ ജ്ഞാനസമാധിയിൽ പരമാനന്ദത്തിലായിരിക്കും. ആ ഇന്റേണൽ ലെഷർ അനന്തമായിരിക്കും, ആന്തരിക വിശ്രാന്തി. അയാൾ അങ്ങനെ മുന്നോട്ട് പോകും. അയാൾ ഇത് ചോദിക്കത്തില്ല എനിക്കിത് കൊണ്ടുതരാൻ. അപ്പൊ അങ്ങനെ സ്വയം എത്തുന്നവരുണ്ട്. മാതാപിതാക്കളുടെയും സജ്ജനങ്ങളുടെയും സമ്പർക്കത്താലും പൂർവ്വജന്മ സുഹൃതത്താലും നിരന്തരമായ പരിശ്രമം ഈ ജന്മത്തിൽ നടത്തുന്നതിനാലും അതിലേക്ക് എത്തുന്നവരുണ്ട്. അതല്ലാതെ പോയി സാമ്പ്രദായിക സന്യാസത്തിലൂടെ അതിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ വയസ്സാം കാലത്ത് ഇത് എത്തിയിട്ടില്ലല്ലോ, ഇനിയെങ്കിലും ഇതൊന്നറിയാന്ന് പറഞ്ഞ് ചെരുപ്പ് എല്ലാം ഉപേക്ഷിച്ച്, സ്വർണം ധരിച്ചിരുന്ന ഉപേക്ഷിച്ച്, എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ അഹന്തയ്ക്ക് കോപ്പ് കൂട്ടിയിരുന്നത് അവയെല്ലാം നിരോധിച്ച് നിഷേധിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ഇതിന് അർഹനാണോ എന്നായിരിക്കണം ചിന്തിക്കേണ്ടത്. ആ അർഹതയില്ലാതെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഇത് നാശമായി വരുന്നത്. സാധകനായിരിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. ഇപ്പൊ ബോധാതീതത്തിലേക്കുള്ള വഴി എത്രമാത്രം തുറന്നാലും സാധകത്വം തുടർന്നുകൊണ്ടിരിക്കണം. ഇനി ബോധാതീതൻ പോലും സാധനകൾ തുടർന്നുകൊണ്ടിരിക്കണം എന്ന് പറയും. എന്തിനാ? മനസ്സിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അതുകൊണ്ട് ലോകത്തിന് മഹത്തായ കാര്യങ്ങൾ സംഭാവന ചെയ്യാനൊക്കെ. അതുകൊണ്ടാണ് ആയുർവേദവും ജ്യോതിഷവും ഒക്കെ ഉണ്ടായത്. മഹാജ്ഞാനികൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് ബലം വർദ്ധിപ്പിക്കാൻ, എല്ലാ തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രപഞ്ചത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെ ക്രോഡീകരിച്ച് ചെയ്യാൻ വേണ്ടി മനസ്സിന്റെ ഊർജ്ജ തലത്തിലേക്ക്, പ്രാതിഭാസിക തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവയിൽ ഗവേഷണം നടത്തി. അത് അവർക്ക് എളുപ്പം നടക്കും. ബോധാതീതന് അത് എളുപ്പമാണ്. അപ്പൊ അവര് വന്നിട്ട് ആ സിദ്ധിയുടെ തലത്തിൽ പല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഇപ്പോഴാണ് സിദ്ധികളെ ജ്ഞാനമായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ സിദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറി. മറ്റൊരു വശം അവിവേകി മുമുക്ഷു, വിവേകി മുമുക്ഷു, ജിജ്ഞാസു, ജ്ഞാനി, ഈ 4 തരങ്ങളാണ്. അതിലെ വിവേകി മുമുക്ഷുവും അവിവേകി മുമുക്ഷുവും ജിജ്ഞാസുവും അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ജിജ്ഞാസുവിനൊരു നല്ല ഒരു ഉന്ത് കൊടുത്തിട്ട് പോകാൻ സാധിക്കും. അതിനൊന്നും പറയാനും ഇല്ല. അവരിതിലും സുഖകരമായിട്ട് പോകുന്നു, അവർ നന്നായി വിശ്രമിക്കുന്നു, ഈ പേരുമൊക്കെ ആയിട്ടിരുന്ന് വിശ്രമിക്കുന്നു, സുഖമായിട്ട് ഒന്നും നടക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളുണ്ടോ അതിൽ? ഇനി ക്ലാസ്സുകൾ പറഞ്ഞാൽ പുരാണം ഇതിഹാസങ്ങളൊക്കെ പറഞ്ഞിരിക്കുക എന്നല്ലാതെ ബോധാതീതത്തിലേക്ക് വിരലിച്ചുകൊണ്ടുന്ന ഒന്നും അവിടെ. അപ്പൊ പ്രായോഗിക ജീവിതത്തിനെ ഭദ്രമാക്കുന്ന മറ്റു മതങ്ങളിലും ഒക്കെ ഉണ്ട് ഒരുപാട് അത്തരം ആശയങ്ങൾ. അതുപോലെയുള്ള കാര്യങ്ങൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥമായ രാമായണത്തിലും ഉള്ളതൊക്കെ പറഞ്ഞത് നല്ലത് തന്നെ. അവിടെ തന്നെ നിൽക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നും കയറി പറയാൻ ഒക്കുന്നില്ല. അത് പറഞ്ഞാൽ ദഹിക്കില്ല എന്ന് ചിലർ പറയും. ഞാൻ മുമ്പ് ചോദിക്കും എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? ഞാനൊക്കെ എനിക്ക് പറയാൻ ഒക്കുന്ന എല്ലാം പറയാം, അതങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ ശരിയാണ്, പൊതുജനത്തിന് മുമ്പിൽ പറയുമ്പോൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷെ അർഹിക്കുന്നവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നാലും പറഞ്ഞു കൊടുക്കാവുന്നതാണ് പലപ്പോഴും. ചില വേദികൾ അതിന് പറ്റിയ സാംസ്കാരികമായ ഉന്നത വേദിയുണ്ട്, അവിടെയും പറയാം. അവിടെ പറയുന്നില്ല ഇത് തെറ്റാണ്,
എന്തുകൊണ്ട്? അപ്പൊ അതിന് വെച്ചാൽ അവരുടെ ഗ്രാഹ്യം, അവരുടെ ബോധം, അവരുടെ ജീവിതാനുഷ്ഠാനം അവരെ എവിടെ എത്തിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉയരുന്നത്. ഇവിടെ സന്യാസ സമ്പ്രദായങ്ങൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. ഇവിടുത്തെ വൃദ്ധജനങ്ങളെ തന്നെ നോക്കൂ. പെൻഷനായി അല്ലെങ്കിൽ ജോലി, മറ്റ് ഈ സ്വയം സംരംഭകരൊക്കെ ആയിട്ട് കൂലിത്തൊഴിലൊക്കെ ചെയ്ത് നടന്നവരും ഒക്കെ വാർദ്ധക്യത്തിലാകുമ്പോൾ ജീവച്ഛവങ്ങളായി ആരോഗ്യമില്ലാത്തവരായെന്ന് പറയാം. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടും സ്കൂൾ അധ്യാപകരും കോളേജ് അധ്യാപകരും ഒക്കെ പെൻഷനായതിനു ശേഷം ബാക്കി സമയം വേസ്റ്റ് ആക്കുന്നുണ്ടല്ലേ. ലോകത്തിനോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ അവർക്ക് ഇല്ലതാനും അവർ പറയുന്നുമില്ല. അവർ നിസ്സാരമായിട്ട്, ഞാൻ അറിയുന്ന ഒരു സ്ഥലത്തൊരു ഒരാളുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു കമ്പ് കൊണ്ടിറങ്ങും. ഒരു ഈ കമ്പി അവിടെ മുറ്റത്ത് കിടക്കുന്ന പ്ലാവലകളെല്ലാം കുത്തി ഒരു കൂടയ്ക്കകത്ത് കൊണ്ടിടും. ഇത് തന്നെ പരിപാടി എല്ലാ ദിവസവും. ഈ സമൂഹത്തിൽ ഇത്രയും അനുഭവ സമ്പത്ത്, ഒരുപക്ഷെ മഹാജ്ഞാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആശയങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രായോഗിക ജീവിതത്തിനെ ഭദ്രമാക്കാൻ പറ്റിയ ഒത്തിരി ആശയങ്ങൾ ഇവരുടെ ഗുണപരമായ പെരുമാറ്റത്താലോ ദോഷകരമായ പെരുമാറ്റത്താലോ ഇവര് വേണ്ടാത്ത വഴികൾ കൂടിയും സഞ്ചരിച്ചിട്ടുണ്ടാകും. ഇതിന്റെയൊക്കെ ഒരു അനുഭവ സമ്പത്ത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ കഷ്ടം. അത് തയ്യാറാവുന്നില്ല. ഇത് തന്നെയാണ് സന്യാസികൾക്കും സംഭവിക്കുന്നത്. നമുക്ക് ബോധത്തിന്റെ പല പല വിഷയങ്ങളും പല സന്യാസിമാരും പ്രഭാഷണം നടത്തി ഞാൻ ഓർക്കാറുണ്ട്, ഭഗവാൻ ഈ വേദിയിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എത്രയോ സൂക്ഷ്മമായി പറയേണ്ടത്. അസാധാരണത്വത്തിലേക്ക് ഒരു 2% പേരുടെയെങ്കിലും ശ്രദ്ധ പോകും. അങ്ങനെ ഒരു ഋഷി ഒരു പ്രദേശത്തുണ്ടായാൽ അവിടെ കലാപമില്ല. ധ്യാനം ദീർഘമായി ചെയ്യുന്ന ഒരാൾ ഒരു ദേശത്തുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള തന്നെ പോസിറ്റീവ് വൈബ് ആ ദേശത്തെ ശുചീകരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ധാരാളം ഋഷികള് ഉണ്ടാവേണ്ട എന്ന് വെച്ചാൽ ഈ കാവ്യം ഉടുത്ത് താടിമുടിയും വളർത്തിയിരിക്കാന്നൊന്നും അല്ല പറഞ്ഞത്. ഏത് രൂപത്തിലും ഭാവത്തിലും ആകാം. അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കേണ്ട ഈ സമൂഹം എങ്ങോട്ട് പോവുകയാണ്? സഞ്ജയ്ജി, സന്തോഷം. അതായത് ഈ പറയുന്ന കേരളത്തിലെ ഭാരതത്തിലെ ഈ സന്യാസി സമ്പ്രദായം അതിശ്രേഷ്ഠമാണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന എന്ത് സെഗ്മെന്റേഷൻസ് വന്നു കഴിഞ്ഞാലും അവർക്കൊരു ബോധതലം ഉണ്ടാവണം. അതായത് എവിടെയാണോ ഞാൻ പ്രകാശം പരത്തേണ്ടത്, ഒരാൾ എന്നെ പ്രഷർ ചെയ്തില്ലെങ്കിലും ഞാൻ ചെയ്യണമെന്നൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ 100% താങ്കൾ പറഞ്ഞതുപോലെ പോസിറ്റീവ് വൈബ് വരേണ്ട പ്ലേസിൽ പോസിറ്റീവ് വൈബ് തന്നെ വരും. അതിനുമപ്പുറം ഈ സന്യാസി സമൂഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. മേ ബി പൊളിറ്റീഷ്യൻസ് ആകാം, അല്ലെങ്കിൽ പല തലങ്ങളാവാം. അപ്പോൾ നമ്മൾ ഒരാളെയും എന്താ പറയുക, ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നില്ല. അതെന്താ വെച്ചാൽ സമൂഹത്തിന്റെ പോക്ക്. കാരണം പ്രൗഢി ഒരു ഘടകമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് കൊണ്ടാടാൻ ആളുണ്ടെങ്കിൽ കുരങ്ങൻ ദൈവം എന്ന് പറയല്ലോ പണ്ടുള്ള. കൊണ്ടാടാൻ ആളുണ്ടെങ്കിൽ കുരങ്ങൻ ദൈവം. ഇതൊരു സമ്പ്രദായം ഇവിടെ അങ്ങ് വേരോടിപ്പോയി. ഏതൊരു വ്യക്തിയെയും കൊണ്ടാടാൻ ആളുണ്ടെങ്കിൽ അയാൾ പ്രശസ്തനായിത്തീരും, അറിയപ്പെടുന്നവനായിത്തീരും. മരിച്ചതിന് ശേഷവും മരിക്കുന്നതിന് മുമ്പും നല്ല കാലത്തും ഒക്കെ അറിയപ്പെടും. ഞാനാണെങ്കിൽ 19 വയസ്സിൽ സ്റ്റേജ് പ്രഭാഷണത്തിന് കയറിയായിരുന്നു. എത്രയോ പ്രഭാഷണ വേദികൾ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സാഹിത്യ വേദികളിൽ ഒത്തിരി പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഉള്ളത് അതുപോലെ പറയും. അപ്പോൾ എന്നെ സുന്ദരമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് സാഹചര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രഭാഷണ വേദികളിൽ പോവും. പ്രഭാഷണ വേദികളിൽ അമ്പലങ്ങളിലൊക്കെ സൂക്ഷ്മമായിട്ട് പ്രഭാഷണത്തിനുള്ള സാധ്യത ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാനും കുറച്ചു. പല വേദികളിലും എന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പോയി. എന്നാൽ ധാരാളം വേദികൾ ഇപ്പോഴും പോകും. വിളിച്ചാൽ ഒരു സബ്ജക്റ്റ് തരണമെന്ന് പറയും. അത് അന്ന് തന്നാലും മതി. അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇല്ലാതെ ഈ ഭാരതീയ ദർശനത്തിന് കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളം കൊള്ളുന്ന പോലെ മണ്ടത്തരമായിപ്പോയി. എനിക്ക് എവിടെ പോയി പറയണമെന്ന് അറിയാതെ വരും. അതുകൊണ്ട് ഒരു വിഷയം തരണമെന്ന് പറയും. പലപ്പോഴും അങ്ങനെ തരാറുണ്ട്. ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഈ സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ പോക്ക് കുറെ തിരുത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രൗഢിയുണ്ട്, പ്രശസ്തരുണ്ട്. ഇപ്പം യഥാർത്ഥ ജ്യോത്സ്യന്മാര്, സൂക്ഷ്മതയുള്ള ജ്യോത്സ്യന്മാർ അറിയപ്പെടണമെന്നില്ല. അറിയപ്പെടുന്ന പ്രഗത്ഭന്മാരെല്ലാം പ്രശസ്തന്മാരാവണമെന്നില്ല, പ്രശസ്തന്മാരെല്ലാം പ്രഗത്ഭന്മാരാവണമെന്നില്ല. പ്രഗത്ഭതയും എന്നുവെച്ചാൽ പ്രാഗൽഭ്യവും പ്രശസ്തിയും കൂടി ഒരുമിച്ച് വരാൻ ഭാഗ്യം അപൂർവം ആളുകൾക്ക് ഉണ്ടാകാറുള്ളൂ. ഇത് സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയെ എത്രമാത്രം അവസരം കൊടുക്കണം വേണ്ട എന്നുള്ളത്. ബോധപൂർവ്വം ഇപ്പോൾ എന്നോട് ഒരു സംഘടനയിൽ ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വരുന്നു. അപ്പോൾ അതിന് എന്നോട് ഇഷ്ടമുള്ളവരും ഉള്ളാൽ ഇഷ്ടമില്ലാത്തവരും എന്നെ നോക്കുമ്പോഴേ എനിക്കറിയാം എത്ര ചിരിച്ചാലും. അതിൽ ഒരിക്കലും ഒരു പ്രഭാഷണത്തിന് എന്നെ ഒരു പോയിന്റ് തന്നിട്ട് ഇങ്ങനൊരു വിഷയമാണ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എനിക്ക് ആ വിഷയം തരരുത് എന്നും എന്നെ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ പ്രഭാഷണ വേദിയിൽ എത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ അറിയുകയും ചെയ്തു. ഇവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോഴും നമുക്ക് ഒരു ഭൂരിപക്ഷ പിന്തുണ എപ്പോഴും ഒരു ഘടകമാണ് ഇതിനകത്തൊക്കെ.
പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര സൂക്ഷ്മതയിലേക്കുള്ള പോക്ക് നിൽക്കും. അപ്പൊ ഭൂരിപക്ഷ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ ആത്മീയ നേതാക്കന്മാരെന്നോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിൽക്കുന്നവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ പിന്തുണ കൊണ്ട് അവർ സമൂഹത്തിൽ ശോഭിച്ചാലും അവർക്ക് സ്വയം ഒരു ആത്മവേദനയ്ക്കുള്ള വിഷയം ഉണ്ട് അവിടെ. ഞാൻ എന്തിന് ഇത്രമാത്രം അർഹനാണോ അല്ലയോ എന്നുള്ളത് കുറിച്ച്. പിന്നെ സമൂഹം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതേ ബോധമുള്ളവൻ വിചാരിക്കും, അത്രയും ബോധമുള്ളവൻ വിചാരിക്കും. പിന്നെ ചെയ്താലും ഒന്നുമില്ല, ചെയ്തില്ലേലും ഒന്നുമില്ല. കാരണം ഞാൻ അനുഭവിക്കുന്നത് എന്തെന്നായിരിക്കും അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ബോധം. എൻ്റെ ബോധത്തിന്റെ തലത്തിൽ വെച്ച് ഞാൻ എത്രയോ ആന്തരിക വിശ്രാന്തിയിലൂടെ കടന്നു പോകുന്നു. പിന്നെ അത് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെന്ന്. പക്ഷേ അങ്ങനെ അർഹിക്കുന്ന ദാർശനികർ ശോഭിക്കണമെന്നുള്ളത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് സമൂഹം ശ്രദ്ധിക്കണം. അതിലൊരു ക്ലാസിക്കൽ സമൂഹം ഇവിടെ വരണം. ഇവിടെ ഇപ്പൊ വന്നു നോക്കുകയാണെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനെ നമ്മൾ ഹിന്ദുക്കളുമായി ബന്ധപ്പെടുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം പറയുന്നത്. ഹൈന്ദവ സമൂഹത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ജാതിയിലും ഒരു സാംസ്കാരികമായ ഒരു അപ്പർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ജാതിയിലും ആനുപാതിക വ്യത്യാസമുണ്ട്. ഇന്ന് സാംസ്കാരികമായ അപ്പർ ക്ലാസ് ബ്രാഹ്മണ സമുദായത്തിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് സന്ദേഹമുള്ള വിഷയമാണ്. അങ്ങനെ ഓരോ സമുദായത്തിലും അപേക്ഷമായി കുറവാണെങ്കിൽ പോലും എല്ലാ ജാതി വിഭാഗങ്ങളിലും സാംസ്കാരികമായ അപ്പർ ക്ലാസ് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് സാംസ്കാരികമായ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു സമൂഹമേ ഇല്ല ഒരു ജാതിയിലും. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അത്. ജനകീയ വിദ്യാഭ്യാസം അതിലേക്ക് കുറെ വലിച്ചഴച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന സഹകരണം, സംസർഗം, ഇതെല്ലാം കുറെ പ്രശ്നമായിട്ടുണ്ട്. സംസർഗത്താലും കുറെ ദൂഷിക്കുമല്ലോ, നമ്മൾ ആരോട് എത്രമാത്രം എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇതൊക്കെ ഈ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ വന്നത് പ്രശ്നമാണ്. ജനത്തിന് ഇതിനെക്കുറിച്ച് ബോധമില്ല. സാംസ്കാരികമായി എല്ലാ ജാതികളിലുമുള്ള അപ്പർ ക്ലാസ് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് സമൂഹത്തിൽ ആര് മുന്നോട്ട് പോകണ്ടെന്ന്. പക്ഷെ ഇങ്ങനെ സാംസ്കാരികമായി അപ്പർ ക്ലാസ് തീരെ വിരളമായി പോയതിനാലും സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് സാംസ്കാരികമായി എല്ലാ ജാതികളിലുമുള്ള ലോവർ ക്ലാസ്സുകളും മിഡിൽ ക്ലാസ്സുകളുമായി തീർന്നതുകൊണ്ട് എല്ലാ ജാതികളിലെയും സാംസ്കാരികമായ മിഡിൽ ക്ലാസ്സും സാംസ്കാരികമായ ലോവർ ക്ലാസ്സും ഒരു ജാതിയല്ല പറയുന്നത്, എല്ലാ ജാതിയിലെയും അങ്ങനെയുള്ളവർ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് കേരളം നീങ്ങിയപ്പോൾ കേരളത്തിലെ എല്ലാ രംഗങ്ങളും കാലങ്ങളായി, ഇപ്പോഴല്ല ജനാധിപത്യം വന്ന കാലത്തേ നീങ്ങിയത് കൊണ്ടും ഇവിടെ ഇത്രയും ദുഷിച്ചു. അപ്പൊ ആർക്കും പറയാനില്ല, ഇവിടെ പറയാൻ ആളില്ല, നാഥനില്ല കളരിയായി മാറിയെന്ന അർത്ഥം ഹൈന്ദവ സമൂഹത്തിനെ നോക്കുമ്പോൾ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശോഭിക്കേണ്ടവൻ എങ്ങും ശോഭിക്കാതെ പോകുന്നത്. ചടുലമായി സംസാരിച്ചോ വേഷം കെട്ടിയോ ഒക്കെ നമുക്ക് സമൂഹത്തിനെ ആകർഷിക്കാൻ വെക്കും. അതൊന്നും അല്ല ഇവിടെ വേണ്ടത്. സഞ്ജയ് ജി, എന്തായാലും സന്തോഷം. അതായത് ഭാരതീയ സന്യാസി സംസ്കാരങ്ങളോട് അല്ലെങ്കിൽ സന്യാസി സമ്പ്രദായങ്ങളോട് അത്രയും ശ്രേഷ്ഠമായി പോകുന്നതിനോടൊപ്പം തന്നെ സന്യാസി വര്യന്മാരുടെ എണ്ണം കൂടട്ടെ. 100% അറിവുകൾ പകർന്നു കൊടുക്കുന്ന സന്യാസി വര്യന്മാർ വീണ്ടും ഭാരതത്തിലുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. നമസ്തേ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.